അസ്സലാമലൈക്കും. ഞാൻ അങ്ങനെ കാശ്മീരിലേക്ക് പോവാട്ടാ. പണ്ട് മുതലേയുള്ള എന്റെ ആഗ്രഹം കാശ്മീർ പോകണമെന്നുള്ളു. പക്ഷെ പണ്ടൊന്നും എന്തോ പോവാൻ പറ്റിയില്ല കേട്ടാ. ഇപ്പൊ ഇതവനെ കറക്റ്റ് സമയമായപ്പോ ഞാൻ ഇത് ഇന്ന് പറക്കാൻ വേണ്ടി പോവാ മോനെ. മിലാൻ ഹോളിഡേസ് പറഞ്ഞ ബെസ്റ്റ് ട്രാവൽ കമ്പനിയുടെ കൂടെ ആട്ടാ ഞാൻ പോകുന്നത്. അങ്ങനെ കൊച്ചിയിൽ നിന്ന് നേരെ ഡൽഹിയിലേക്കാണ് ഇപ്പൊ പോകുന്നത്. ഇന്നത്തെ യാത്രയിൽ യാദർശികമായിട്ട് എന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്ത് ഈ കാണുന്ന മിസ്ന. ഇവളുടെ ഉമ്മക്കന്റെ വീഡിയോസ് ഒക്കെ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാട്ടാ. അങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരു 3 മണിക്കൂർ കൊണ്ട് ഡൽഹിയിലെത്തിയേ. പുറത്തിറങ്ങിയപ്പോ എല്ലാം അറിഞ്ഞ എന്താ മോനെ ചൂട്. ഇനി ഇവിടുന്ന് ശ്രീനഗറിലേക്കാണ് പോകുന്നത്. അടുത്ത ഫ്ലൈറ്റ് ആണെങ്കിൽ സമയം. എനിക്കാണെങ്കിലോ നല്ല വിശപ്പും. ഞാൻ തപ്പി നേരെ KFCന്റെ ഫ്രണ്ടിലെത്തി. ഇവിടുന്ന് റൈസ് ബോൾ ഓർഡർ ചെയ്ത് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ മോനെ അതാ ലാസ്റ്റ് കോൾ വിളി വന്നു. വേഗം തന്നെ കഴിച്ച ഒറ്റ ഓട്ടം മോനെ ഫ്ലൈറ്റിലേക്ക് കയറിയ പാട് ക്ഷീണം കൊണ്ട് ഞങ്ങൾ ഉറങ്ങിപ്പോയിട്ടാ. പിന്നെ എണീച്ചതാ നോക്കുമ്പോ മോനെ ശ്രീനഗറിലേക്ക് ലാൻഡ് ചെയ്യുന്നു. ഒന്നും പറയണ്ട. എയർപോർട്ടിൽ ഇറങ്ങിയ പാടെ നമ്മൾ ഗ്രൂപ്പിലുള്ള കുറെ ആൾക്കാർക്ക് സിം എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ സിം ഒന്നും എടുത്തിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ പുറത്തുനിന്ന് എടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ റൂമിലെത്തിയ. റൂമൊക്കെ അത്യാവശ്യം സെറ്റപ്പ് റൂമാട്ടാ. ഇപ്പൊ ശ്രീനഗറിൽ തണുപ്പ് ഉണ്ടോന്ന് ചോദിച്ചാൽ വലിയ തണുപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമ്മുടെ ടീമിലെ ഓരോരുത്തരായിട്ട് ചായ കുടിക്കാൻ ഇറങ്ങിട്ടാ പുറത്ത്. അങ്ങനെ ചായക്ക് തപ്പിയിട്ട് ഒരു കീട്ടിലൊരു ഇക്കാൻ അടുത്തെത്തിയേ. ഈക്കാണെങ്കിൽ സിനിമ സ്റ്റൈൽ എട്ടാ. സിഗരറ്റ് ഒക്കെ വലിച്ച് നല്ല സ്റ്റൈലായിട്ടാണ് ഓംലേറ്റും ചായക്ക് ഉണ്ടാക്കി തരുന്നത്. ഇവിടുന്ന് ഓംലേറ്റിന്റെ കൂടെ നല്ല റൊട്ടിയും മുളക് ചമ്മന്തിയും കിട്ടിയേ. അത് അടിപൊളി. പിന്നെ സ്ട്രീറ്റിൽ നിന്ന് ഒരു ബീഫ് കബാബും കൂടി അടിച്ച്. അപ്പോ ഇന്നത്തെ ദിവസം ഇത്രയുള്ളൂ. ബാക്കി നമുക്ക് നാളെ കാണാം ട്ടാ.